സോ KTU BTech SY സ്റ്റുഡൻസിൻ്റെ ക്ലാസ് ഇന്ന് തുടങ്ങും. അതേപോലെ തന്നെ നിങ്ങളുടെ അക്കാഡമിക് കലണ്ടറൊക്കെ വന്നിട്ടുണ്ട്. സോ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, BTech S5, S3, SM സ്റ്റുഡൻസ് ഈ 3 പേർക്കും ക്ലാസ് തുടങ്ങുന്ന 1-ാം തീയതി, അതായത് ജൂലൈ 1-ാം തീയതിയാണ് നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ അക്കാഡമിക് കലണ്ടർ. കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ സീരീസ് എക്സാം എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. സെക്കൻഡ് സീരീസ് ടെസ്റ്റൊക്കെ നിങ്ങൾക്ക് 15, അതായത് ഒക്ടോബർ. അത്യാവശ്യം നല്ലൊരു ലോങ് സെമ്മായിട്ടാണ് ഏകദേശം എനിക്ക് തോന്നുന്നു. 3 മാസം കഴിയുമ്പോഴാണ് ലോങ് സെം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സാധാരണ പോലെ തന്നെ. അതേപോലെ നിങ്ങളുടെ സീരീസ് എക്സാം 1 നടക്കാൻ പോകുന്ന ഏകദേശം 21-ാം തീയതിയാണ്. ഓക്കെ, 23 ഓഗസ്റ്റ് 23-നായിരിക്കും. അപ്പം നമ്മുടെ പഴയ പോലെ തന്നെ 1 മന്ത് കഴിയുമ്പോൾ ഫസ്റ്റ് സീരീസ് വരും. ഏകദേശം 2 2.5 മന്ത്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സെക്കൻഡ് സീരീസും കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷനും ബാക്കി ഡീറ്റെയിൽസ് പറയുന്നതിൻ്റെ മുന്നേ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ തേർഡ് ഇയറൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല കോർ കൺസെപ്റ്റും ടഫ് കൺസെപ്റ്റ്സും ചലഞ്ചിങ് കൺസെപ്റ്റ്സും വരാൻ പോകുന്നൊരു ഇയറാണ്. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൻ്റെ SY സിന്ദൂർ ബാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ബാച്ച് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ലോഞ്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് 1 മന്ത് ബ്രേക്കാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള പിള്ളേർക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലാസ്സസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഹൈ ക്വാളിറ്റി ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ പ്രിഡിക്ഷൻ സീരീസ് അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഈ കഴിഞ്ഞ നിങ്ങളുടെ എക്സാംസിലൊക്കെ ഒരുപാട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള S2 സ്റ്റുഡൻസിൻ്റെ കമ്പ്യൂട്ടർ സയൻസ് C പ്രോഗ്രാമിങ്ങിന് ഏകദേശം 47 മാർക്കിനാണ് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 47 മാർക്കും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസും നമ്മൾ വെറുതെ ഒരു കണ്ടന്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള രീതിയല്ല, ഇത് നിങ്ങൾക്ക് എഫിഷ്യൻ്റ് ആണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് രീതിയിൽ കോർ കൺസെപ്റ്റ് പഠിച്ചെടുക്കാൻ പറ്റുന്ന വളരെ ഹൈ ക്വാളിറ്റി ലെക്ചർ ക്ലാസ്സുകൾ, ഒരുപാട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. സോ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ് എന്തായാലും എൻറോൾ ചെയ്യുക. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ അക്കാഡമിക് കലണ്ടർ ബാക്കി കാര്യങ്ങളാണ്. ഈ അക്കാഡമിക് കലണ്ടർ ആവശ്യമുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, ഞാൻ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പായിട്ടുള്ള മിസ്റ്റർ എഞ്ചിനീയർ ഒഫീഷ്യലിലോട്ട് ജോയിൻ ചെയ്തു, അവിടേക്ക് ഞാൻ അത് ഇട്ടേക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങളുടെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ SY സ്റ്റുഡൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 14. അപ്പോൾ ക്ലാസ് ജൂലൈ 7-ാം മാസത്തിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. 11-ാം മാസം ഏകദേശം നവംബർ 12-നായിരിക്കും നിങ്ങളുടെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ നിങ്ങളുടെ SH ഒക്കെ തുടങ്ങുന്ന ഏകദേശം ന്യൂ ഇയറിന് ഡിസംബറിലായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. KTU 2019 സ്കീമിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഡെയിലി വന്ന് പറയുന്നു, ചേട്ടാ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇടുക, എക്സാമിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടിപ്സ് ഇടുന്നൊക്കെ. അപ്പോൾ ഇനി മുതൽ ഈ ചാനലിനകത്ത് കംപ്ലീറ്റ് KTU 2019 സ്കീമിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരും. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, not for me.